സ്വാലിഹ് നബി അലൈഹിസ്സലാമോ വഅഖദ അല്ലദീന ളലമു الصيحة فأصبحوا في ديارهم جاثمين. ഒരട്ടഹാസത്തിന്റെ ജ്വാലയുടെ ഉള്ളിലെല്ലാം അമർന്നു പോയിട്ട് മുഖം കുത്തിയവരായി മുഴുവൻ ആളുകളും നശിച്ചുപോയി. ശുഐബ് നബി അലൈഹിസ്സലാമോ വലമ്മാ ജാഅ അംറുനാ നജ്ജയ്നാ ശുഐബൻ വല്ലദീന ആമനൂ മഅഹു ബിറഹ്മത്തിൻ മിന്നാ വഅഖദത്തിൽ ലദീന ളലമു الصيحة فأصبحوا في ديارهم جاثمين. അവിടെയും എല്ലാവരെയും ശവങ്ങളാക്കിയിട്ട് സംഹാരതാണ്ഡവം നടന്നു. അല്ലാഹു തആല പ്രകൃതിയിൽ നിന്ന് നൽകി. ലൂത്ത് നബി അലൈഹിസ്സലാമോ ഫലമ്മാ ജാഅ അംറുനാ ജഅൽനാ ആലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹാ ഹിജാറതൻ മിൻ സിജ്ജീലിൻ മൻദൂദ് മുസവ്വമതൻ ഇൻദ റബ്ബിക വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്. നൂഹ് നബി ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെയും കീഴ്മേൽ മറിച്ച് നശിപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെ എല്ലാ സമുദായങ്ങൾക്കും നാശം സംഭവിച്ചു. ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബൻ വമിൻഹും മൻ അഖദതുഹു الصيحة ومنهم من خسفنا به الأرض ومنهم من أغرقنا وما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. അക്രമികളായ മുൻകാല സമുദായങ്ങൾ മുഴുവനും വിനാശത്തിന്റെ കുഴിയിലേക്ക് വീണെങ്കിൽ ഇതെല്ലാം ഒരുപാട് നേരം പറയേണ്ടതാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ചുരുക്കിയതാ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുശ്രിക്കീങ്ങൾ ആവശ്യപ്പെടുകയാണ് ശിക്ഷ. നിങ്ങൾ അറിയണം, മുൻകാലത്തുള്ള പ്രവാചക അനുയായികൾക്ക് മുഴുവൻ ശിക്ഷകൾ വന്ന് തുടച്ചു മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കീങ്ങൾ അവര് പറയുകയാണ്, അല്ലാഹ് ഞങ്ങൾക്ക് ശിക്ഷ തരണമെന്ന്. വഇദ് ഖാലൂ, അവര് പറഞ്ഞ സന്ദർഭം അറിയില്ലയോ? അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്, അല്ലാഹുവേ ഇത് സത്യമാണെങ്കിൽ ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാഇ അവ യഅതിനാ ബിഅദാബിൻ അലീം. മുൻകാല സമുദായങ്ങളെ മുഴുവനും നാശം വിതയ്ക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലെ മുശ്രിക്കീങ്ങൾ അല്ലാഹുവിനോട് പറയുകയാ ഞങ്ങൾക്ക് ശിക്ഷ തരാൻ. അപ്പ അല്ലാഹുവിന്റെ മറുപടിയാണ്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിന്റെ കരുണയെ ഏറ്റവും കൂടുതൽ അടയാളപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. ഓ നബിയേ, അവിടുത്തെയുടെ സമുദായം ശിക്ഷ ആവശ്യപ്പെടുകയാണ്. പക്ഷേ അവർക്ക് ശിക്ഷ കൊടുക്കാൻ കഴിയില്ല നബിയേ. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. തങ്ങൾ അവരിൽ ഉണ്ടായിരിക്കെ തങ്ങളെ അവർക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റൂല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ കോലം മറിക്കപ്പെട്ടപ്പോഴും മുൻകാല പ്രവാചകന്മാരുടെ അനുയായികൾ സത്യത്തിന്റെ തീരത്ത് നിന്ന് മാറിയപ്പോൾ അവർക്ക് ശിക്ഷ അനുഭവിപ്പിച്ചപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലെ ആളുകൾ ശിക്ഷ ആവശ്യപ്പെട്ടിട്ട് പോലും കൊടുക്കാതിരിക്കുന്ന ഔദാര്യത്തിന്റെ വിഹായുസിനെ മുഴുവനും നമ്മുടെ മുമ്പിലേക്ക് വിരിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് പ്രേമിക്കണ്ടയോ? അതുമാത്രം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം ഇന്ന് അവസാനിപ്പിക്കുന്നു. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ ഫഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ.
بشفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിക്കുകയും അവിടുത്തെയുടെ പ്രകീർത്തനങ്ങൾ പറയുകയുമാണ് ലോകത്തുള്ള ഏറ്റവും ഉത്തമമായ കർത്തവ്യവും കർമ്മവും. എന്നാൽ മഹാന്മാരായ 4 മദ്ഹബിന്റെ ഇമാമുകളെ അറിയുമോ? അവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രേമിച്ചതുകൊണ്ട് വിജയം വരിച്ചവരാണ്. അതുമാത്രം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ഒന്നാമത്തെ ഇമാമാരാണ് ഇമാമുൽ അഅ്ളം, ഇമാമുൽ മുസ്ലിമീൻ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ വിജയത്തിന്റെ നിദാനം എന്താണ്? വിശ്വാസികളെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആലോചിക്കണം. കാലഘട്ടങ്ങളുടെ ഇന്നലകളിൽ കർമ്മശാസ്ത്രത്തിന്റെ സാരഥ്യം വഹിക്കുകയും വൈജ്ഞാനിക പ്രപഞ്ചത്തിലെ കാരണവരായിരിക്കുകയും ചെയ്ത അബൂ ഹനീഫ ഇമാം തങ്ങൾ അബൂ യൂസുഫ് റഹിമഹുള്ളയോട് വസിയ്യത്ത് ചെയ്യുന്നു, മോനെ അബൂ യൂസുഫേ, നീ മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യണം, മഹാന്മാരെ സന്ദർശിക്കണം, മഹാന്മാരോട് ബന്ധം നിലനിർത്തണം. എന്നിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കല്ലേ അബൂ യൂസുഫേ എന്ന് പറഞ്ഞ് അരിമ ശിഷ്യനോട് തിരുനബിയോടുള്ള അനുരാഗത്തിന്റെ ആത്മലീലകളെ ആധികാരികമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അറിയുമോ, മദീനയുടെ മണൽപ്പരപ്പിൽ ചെന്ന് മുത്തുമേനിയുടെ കവാടത്തിൽ നിന്ന് അനുരാഗം പറയുന്ന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരാണ്? വഹുബ്ബു റസൂലില്ലാഹി അസ്ലു സഅദതി, എന്റെ വിജയത്തിന്റെ മുഴുവനും അടിത്തറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ലോകത്തോട് സ്നേഹം പറയുമ്പോൾ ഇമാമേ അഹ്മദ് റിളാഖാൻ തങ്ങൾ പറയുന്നു, അർശ് ഹഖ് ഹേ മസ്നദേ റിഫഅത്ത് റസൂലുള്ളാഹി കി देखनी है हश्र में इज्जत रसूलुल्लाह की. അർശ് സത്യമാണ്, പക്ഷേ അതിന്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോകത്തുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും ഒരുമിച്ച് കൂടുന്ന സമയത്ത് പ്രതാപത്തിന്റെയും തിലകത്തിന്റെയും ഉടമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ പ്രവാചക പ്രഭോ, ആരാധനയുടെ രാപ്പകലുകളും അധ്വാനത്തിന്റെ വൈജ്ഞാനിക സബരികളും അതുപോലെ തന്നെ വൈജ്ഞാനിക ചർച്ചകളുടെ ഇരപകലുകളുമല്ല എനിക്ക് പ്രതീക്ഷയ്ക്ക് വേണ്ടിയുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധമല്ലാതെ എനിക്ക് ഇരുലോകത്തും വിജയിക്കുവാൻ ഒരു വഴിയുമില്ലെന്ന് തുറന്നു പറയുകയും വിശ്വസിക്കുകയും ചെയ്ത ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ ദർശനത്തിൽ നിന്നാണ് വൈജ്ഞാനിക ലോകത്തെ നേതാവായി മാറിയത് എന്ന് നമുക്കെല്ലാവർക്കും ചരിത്രത്തിൽ നിന്നറിയാം. അവിടുത്തെയുള്ള മുഴുവൻ അനുയായികളോടും പറഞ്ഞു കൊടുത്ത വസിയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദസ്പർശങ്ങളെ ഏറ്റെടുക്കാനാണ്. അങ്ങനെ കടന്നുപോയ ഒന്നാമത്തെ മദ്ഹബിന്റെ ഇമാം
അഥവാ വൈജ്ഞാനിക ലോകത്തെ കാരണവരായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വിനയ പുരസ്സരം മദീനയുടെ മണൽപ്പരപ്പിൽ മുത്തുമേനിയുടെ കവാടത്തിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ അർജൂ റിളാക വ അഹ്തമീ ബിഹിമാക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെയുടെ ദാനവും അവിടുത്തെയുടെ പ്രീതിക്കും വേണ്ടി കാത്തുനിന്നിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വൈജ്ഞാനിക ലോകം മുഴുവനും കൈകാര്യം ചെയ്തതെങ്കിൽ രണ്ടാമത്തെ മദ്ഹബിന്റെ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഇമാമു ദാരിൽ ഹിജ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരവധി തവണ സ്വപ്നത്തിൽ കണ്ട മഹാനാണ്. ഇന്ന് തിങ്കളാഴ്ച രാവാണ്. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു എന്ന് സന്തോഷം പറഞ്ഞ ഒരുപാട് സഹോദരങ്ങൾ ഈ സദസ്സിലുണ്ട്. ഇവിടെ വെച്ച് ഇന്ന് വന്നിറങ്ങിയതിനു ശേഷവും ദിവസങ്ങൾക്ക് മുമ്പ് സമീപത്തെ സ്ഥലങ്ങളിൽ വന്നപ്പോഴും അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടു എന്ന സന്തോഷം കൈമാറിയ സാധാരണക്കാരായ ചെറുപ്പക്കാരി സദസ്സിലുണ്ട്. ആഴം കണ്ട ആലിമീങ്ങളുണ്ട്. വൈജ്ഞാനിക ചർച്ചകൾക്ക് ഇടപെടുന്ന മുതഅല്ലിമീങ്ങളുണ്ട്. ഹാഫിളീങ്ങളുടെ സാന്നിധ്യമുണ്ട്. എല്ലാവരുടെയും അമരത്ത് സാദാത്തീങ്ങളുടെ പ്രതിനിധികളുണ്ട്. ഈ തിങ്കളാഴ്ച രാവിലെ ഇവിടെ ഇരുന്നു കൊണ്ട് ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാൻ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അനുഭവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ഞാൻ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാതെ ചെറിയ രണ്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞ് അല്ലാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. ഈ തിങ്കളാഴ്ച രാവ് ഹബീബിന് പ്രിയപ്പെട്ട രാവ്. എന്റെ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത് ചൊവ്വാഴ്ചയുടെ തലേന്നായതുകൊണ്ടെന്നല്ല, ഞായറാഴ്ചയുടെ പിറ്റേന്നായതുകൊണ്ടെന്നല്ല, ഞാൻ ജനിച്ച ദിവസമെന്ന പ്രത്യേകതയുണ്ടെന്ന് നിർണയിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് അവിടത്തെ കണ്ട 10,000കണക്കിന് മഹാന്മാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക എന്ന വാദം തെറ്റാണെന്ന് ലോകത്ത് പറഞ്ഞിട്ടുള്ള ഒരാളെ കാണുകയുള്ളൂ. അതാരാണ്? ഇബ്നു തൈമിയ്യ ഫതാവയിൽ പറഞ്ഞു. അതേ സമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആലിമീങ്ങളും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മുതൽ ഇങ്ങോട്ട് എല്ലാ മഹാന്മാരും നബി തങ്ങളെ കണ്ടു. അവിടുത്തെയോട് സല്ലാപം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിച്ചു. അതുമാത്രം പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രണയം കാണിച്ച ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെ മദ്ഹബിന്റെ ഇമാം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആരാണ്? എല്ലാവരും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞ് ഹജ്ജിന് വരുമ്പോൾ ഇൻകാന റഫ്ളി ഹുബ്ബു അലി മുഹമ്മദി ഫല്യശ്ഹദി ഫഖലാനി അന്നീ റാഫിളി എന്ന് പറഞ്ഞ അഹ്ലുബൈത്തിനോട് പ്രണയം പറഞ്ഞിട്ടായിരുന്നു ബഹുമാനപ്പെട്ട ശാഫി ഇമാം തങ്ങള് അവിടുന്ന് മസ്ജിദുൽ ഖൈഫിന്റെ മുന്നിലൂടെ ഹജ്ജിന്റെ സമയത്ത് യാത്ര ചെയ്തിരുന്ന മഹാന്മാര് രേഖപ്പെടുത്തുന്നു.
മാത്രമല്ല, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു ആരാണ്? സയ്യിദാ ശബാബി അഹ്ലിൽ ജന്നയിൽ ഒരാളല്ലേ? അവിടുന്നതാ കുതിരയുടെ പുറത്തിരുന്ന് തൗഹീദിന്റെ മാർഗത്തിൽ നിലകൊണ്ട് സത്യത്തിന്റെ രണഭൂമിയിൽ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തേക്ക് 72 അക്രമങ്ങൾ ഏറ്റുവാങ്ങി. അവസാനം ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കുതിരപ്പുറത്ത് നിന്ന് വഴുതി താഴേക്ക് വീണപ്പോ അവിടുത്തെ നെറ്റിത്തടത്തിലേക്ക് ആയുധം വന്ന് പതിഞ്ഞു കയറി. അവിടുത്തെ വിരിമാറിലേക്ക് വന്ന് പതിച്ച ആയുധം പുറത്തുകൂടെ വലിച്ചെടുക്കുന്ന വിധത്തിൽ ആഴത്തിൽ പതിഞ്ഞുപോയി. നെറ്റിത്തടത്തിലേക്ക് പരിക്ക് പറ്റിയിട്ട് ചക്രശ്വാസം വലിക്കാൻ അടുക്കുന്നോന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നു അലി തങ്ങൾ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ്. വാഹനത്തിനു മനസ്സിലായി എന്റെ മേലെയുള്ള നേതാവ് വീണെന്ന്. രക്തം തെറിച്ച് വീണ അടയാളങ്ങൾ കുതിരപ്പുറത്തുണ്ട്. അപ്പുറത്ത് സ്ത്രീകളിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ കുതിര ഓടിച്ചെന്നു. ഫഹംഹമ, അവിടെ ചെന്നതാ സ്ത്രീകളുടെ ഇടയിൽ സൈനബ് റളിയല്ലാഹു അൻഹയുണ്ട്, അഥവാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ മകൾ സൈനബുണ്ട്. അവിടെ ചെന്ന് അനുശോചനമറിയിച്ചിട്ട് തിരിച്ചു വരുന്നു. ഹുസൈൻ ഇബ്നു അലി തങ്ങളോടുള്ള പ്രണയം താങ്ങാനാവാഞ്ഞിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായതിന്റെ ചാരത്ത് കിടക്കുന്ന രക്തത്തിന്റെ അടുക്കൽ വന്ന് കുത്തിമറിഞ്ഞു ഉഴന്നു മറിഞ്ഞിട്ട് അവിടെ ഷഹീദാവുന്നു. അവിടുത്തെ കുതിര ഇതെന്റെ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് അൽ ഹുബ്ബു ലുബ്ബുൻ വൽ ഉമൂമത്തു മൗരിദു. അൽ ഹുബ്ബു ഹർഫാനി ഹാഉം ബഅദഹാ ബാഉ യലൂദു ഇൻദമാ നിഹൽ അഹിബ്ബാഉ. അനുരാഗത്തിന്റെ ആത്മാവുകൾ അടുത്ത് ആലിംഗനം ചെയ്തപ്പോ അറിയാതെ മരിച്ചുപോയതല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്റെ കൽബ് കൊടുക്കണം. എന്റെ കൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇരിക്കാൻ കഴിയണം. നബി തങ്ങൾ നജസുള്ള തലത്തിരിക്കില്ലല്ലോ. തലത്ത് നജസോ പറ്റാത്തതോ ഉണ്ടെങ്കിൽ തലമങ്ങോട്ട് സംസാരിക്കുമല്ലോ. പൊരുത്തമില്ലാത്ത ഭക്ഷണം കൊണ്ടുവച്ചപ്പോൾ ഭക്ഷണം വിളിച്ചു പറഞ്ഞില്ലേ, നബിയെ തങ്ങൾക്കിത് അനുവദിക്കപ്പെട്ടതല്ലെന്ന് ഇമാം ബൈഹഖി നിവേദനം ചെയ്തില്ലേ? ഇതുപോലെ ഭക്ഷണം അങ്ങോട്ട് സംസാരിച്ച നബി, നല്ലതല്ലാത്തതൊന്നും അവിടത്തേക്ക് ചേരാത്ത നബി, ആ നബിതങ്ങൾ നമ്മുടെ കൽബിൽ ഇരിക്കണമെങ്കിൽ നമ്മുടെ കൽബൊന്ന് നന്നാകണ്ടയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കൽബ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അവിടുത്തെയുടെ സാന്നിധ്യത്തിന് പറ്റുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് നീ ഔദാര്യമായി ചെയ്തു തരണം റഹ്മാനേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്നു അസാകിർ റഹിമഹുല്ലാഹ് നിവേദനം ചെയ്യുന്നു, ജഅഫർ ഇബ്നു അബ്ദുല്ലാഹിൽ നിന്നാണ് ഉദ്ധരണം. റഅയ്തു അബൂ
അബൂ ദർഅത്ത് റാസി റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടു. മിൻ അഇമ്മത്തിൽ ഹുഫാദ്, അവിടുന്ന് ഹദീസ് മനപ്പാഠമാക്കിയ പണ്ഡിതന്മാരുടെ ഇമാമുകളിൽപ്പെട്ടയാളാണ്. വഹുവ ഫിസ്സമാഇ യുസല്ലി ബിൽ മലായിക, മലായികത്തിനെ കൊണ്ട് നിസ്കരിക്കുന്നു അബൂ ദർഅത്ത് റാസി. ഫഖുൽതു ലഹു, ഞാൻ മഹാനവർകളോട് ചോദിച്ചു, ബിമനിൽ തഹാദാ, എന്തേ നിങ്ങൾക്ക് ഈ വലിയ പദവി കിട്ടാനുള്ള കാരണം? മലായികത്തിന്റെ ലോകത്ത് അവർക്ക് നേതൃത്വം നൽകി നിസ്കരിക്കാൻ എങ്ങനെ നിയോഗം കിട്ടിയെന്ന് അബൂ ദർഅത്ത് റാസിയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുന്നു, ഖാല കതബ്തു അൽഫ ഹദീസ്, 1,00,000 ഹദീസ് ഞാൻ എഴുതി. ഇദാ ദകർതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, എപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞാലും ഉസല്ലി അലൈഹി, അപ്പോഴെല്ലാം ഞാൻ സ്വലാത്ത് ചൊല്ലാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോഴെല്ലാം. അതുകൊണ്ട് സ്വലാത്തിന്റെ പദവി കൊണ്ടാണ് എനിക്കിങ്ങനെയൊരു സമ്മാനം കിട്ടിയതുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ദർഅത്ത് റാസി പറയുന്നത് അബൂ ജഅഫർ തങ്ങളിൽ നിന്ന് ഇബ്നു അസാകിർ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അമ്മസ്സലാത്തു അലൻ നബി ഫസീറത്തുൻ മർദിയത്തുൻ തുൻഹാ ബിഹൽ ആസാമു. സാഹിബുൽ ഖാമൂസ് അബൂബക്കർ റഹിമഹുല്ലാഹ് അസ്സലാത്തു വൽ ബുശർ ഫിസ്സലാത്തി അലാ ഖൈറിൽ ബശർ എന്ന ഗ്രന്ഥത്തിൽ എടുത്തുദ്ധരിച്ചതുപോലെ വിജയത്തിന്റെ വിധാനങ്ങളെയും വിട്ടുവീഴ്ചയുടെ വാതായനങ്ങളെയും ദാനങ്ങളുടെ പ്രദാനങ്ങളെയും കാരുണ്യത്തിന്റെ കവാടങ്ങളെയും ഒരുപോലെ തുറക്കപ്പെടാനുള്ള കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയം, അവിടുത്തെയോടുള്ള സ്നേഹമസൃണമായ സ്വലാത്തുകൾ. അതുകൊണ്ടാണ് എല്ലാ മുൻഗാമികളും വിജയിച്ചത്. അറിയുമോ ബഹുമാനപ്പെട്ട ഇമാമുന ശാദുലി റളിയല്ലാഹു അൻഹു ആരാണ്? മദീനയിൽ വന്ന് അനുമതി ചോദിച്ചു അവിടേക്ക് കടക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ അനുമതി ചോദിച്ചുകൊണ്ട് നിന്ന് വെയിൽ കൊണ്ട് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ അനുമതി തേടി നിൽക്കുന്ന ഇമാം അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. ഫഖബ്ബല ഫമീ, എന്റെ ചുണ്ടത്തേക്ക് അവിടുന്ന് ചുംബനം നൽകി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉഖബ്ബിലു ഹാദൽ ഫമാ, ഞാൻ നിങ്ങളുടെ വായ ചുംബിക്കാനുള്ള കാരണം എല്ലാ രാവിലും പകലിലും 1000 സ്വലാത്ത് ചൊല്ലുന്ന വായല്ലയോ? മുഅ്മിനീങ്ങളെ, ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ച് സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ വസീല ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ഒരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രണയം എന്റെയും നിങ്ങളുടെയും കൽബിൽ പതിഞ്ഞു കിട്ടാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാകാം. ചരിത്രങ്ങൾ വേറെയില്ലാഞ്ഞിട്ടല്ല,
ലോകത്തുള്ള എല്ലാ മഹാന്മാരും പ്രണയപ്രപഞ്ചത്തിലെ പ്രവാചക സാന്നിധ്യത്തിന്റെ മധു അനുഭവിച്ച മഹാന്മാരാണ്. കാരണം ഇത് പ്രണയത്തിന്റെ ലോകമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിക്കലും അവിടുത്തെ അനുസരിക്കലും രണ്ടിനും രണ്ട് മാനങ്ങളാണുള്ളത്. ആരാധനയെന്ന് പറഞ്ഞാൽ ആദരവിന്റെ ജ്യേഷ്ഠനല്ല, രണ്ടും രണ്ട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സ്വഹാബത്തിനെ വിളിക്കുമ്പോൾ സ്വഹാബത്ത് പറയുന്നു, നബിയേ നഫ്സി വറൂഹി വഉമ്മി വഅബീ ഫിദാക യാ റസൂലല്ലാഹ്. എല്ലാം തങ്ങൾക്ക് ദണ്ഡമാണെന്ന് പറഞ്ഞാൽ അതിനപ്പുറം എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? സ്വഹാബത്തിനെ വിളിക്കുന്നുവോ സിദ്ദീഖുൽ അക്ബറേന്ന് വിളിച്ചാൽ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, നബിയെ ഞാനും എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എന്റെ മാനവും എന്റെ ദാനവും എല്ലാം തങ്ങൾക്ക് വേണ്ടി ഫിദയാണ്, ദണ്ഡമാണ്. ഇതിനപ്പുറത്ത് ഒരു മനുഷ്യൻ എന്താ ചെയ്യാൻ കഴിയാ? ചെയ്യാൻ പറ്റുന്നത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. പക്ഷേ അത് ആരാധനയല്ല. കാരണം മാനം മറ്റൊന്നാണ്. ഇതിനപ്പുറത്തൊരു മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ ശരീരവും എന്റെ ആത്മാവും എന്റെ സർവസ്വവും തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലും അത് ആരാധനയല്ല. കാരണം ആരാധനയുടെ മാനം മറ്റൊന്നാണ്. അതിവിടെ വിശദീകരിക്കുന്നത് അധികപ്പറ്റാകുമെന്ന് എനിക്കറിയാം, ഞാൻ കടക്കുന്നില്ല. ഏതായാലും അങ്ങനെയെല്ലാം സമർപ്പിച്ച മഹാന്മാർ, അവരുടെ ലോകത്ത് നിന്ന് ചെറിയൊരു വർത്തമാനം പറയാം. ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ഹരാണ്. വൈജ്ഞാനിക കേരളത്തിന്റെ സംഭാവന കൊണ്ട് വൈജ്ഞാനിക ലോകത്തിന് മലബാറിന്റെ പ്രതിഷ്ഠ നേടിയ മഹാനാണ്. മഹാനവറുകൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളും അവിടുത്തെയോടുള്ള അനുരാഗത്തിന്റെ ആഴവും നമുക്ക് പഠിപ്പിച്ചു തന്നവരാണ്. അവിടുന്ന് അൽ ജവാഹിറിൽ എഴുതിയ ഒരു സംഭവം നിങ്ങൾക്കെല്ലാം അറിയാം. ഈ തിങ്കളാഴ്ച രാവിൽ നമ്മുടെ മഹബ്ബത്തിന്റെ കൈമാറ്റത്തിനതൊന്നുകൂടി ഉണർത്താം. അതാ മഹാനവറുകൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മദീനയിൽ നിന്നിട്ട് പറയുന്നു, ബഹുമാനപ്പെട്ട അബൂദർ തങ്ങളോട്, നസൂറുൽ ഉറബാ, നമുക്ക് ഉറബാക്കളെ ഒന്ന് സന്ദർശിച്ചാലോ? മഹാനായ സ്വഹാബിയുടെ ചോദ്യം, അല്ലയോ നബിയേ, തഅനി അസ്ഹാബൽ ഖുബൂർ, ഖബർ സിയാറത്തിന് പോകാമെന്നാണോ നബിയെ പറയുന്നത്? നഅം, അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നേരെ ജന്നത്തുൽ ബഖീഇലേക്ക് ചെല്ലുന്നു. ആരുടെയൊക്കെ ഖബറുള്ള സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കിടക്കാൻ നാണമായതുകൊണ്ട് ആയിഷ ബീവി പോയി കിടക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായമെടുത്താൽ അബ്ദുല്ലാഹി എന്നവരുടെ ഖബറുള്ള സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ ആലൂസിയുടെ ഭാഷയിൽ റളിയല്ലാഹു അൻഹു എന്ന് തന്നെ പറയേണ്ട മഹാനാണ്. ആ മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ കിടക്കുന്ന സ്ഥലമാണ്. അതുപോലെ മഹാന്മാര് മുഴുവനും എത്തിച്ചേരുന്ന സ്ഥലമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ സാരഥ്യമുള്ള സ്ഥലമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ജന്നത്തുൽ ബഖീഇലേക്ക് ചെല്ലുന്നു. ഖബർ സിയാറത്ത് ചെയ്യുന്നതിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നു. മഹാനായ സ്വഹാബിയുടെ ചോദ്യം, നബിയെ എന്തിനാണ് കരയുന്നത്?
വിളിക്കുന്നത്. ഉടനെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖബറിന്റെ അടുക്കലേക്ക് ചൂണ്ടിക്കൊടുത്തു. ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കുന്നു, അൽ അമാൻ, അൽ അമാൻ, അൽ അമാൻ, യാ റസൂലല്ലാഹ് മിൻ അദാബില്ലാഹ്. ഖബറാളി വിളിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനെയാണ്, അല്ലാഹുവിനെ അല്ല. ഖബറിൽ കിടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, നബിയേ, അന്നാറു മിൻ ഫൗഖി വമിൻ തഹ്തി വഅൻ യമീനി വഅൻ ശിമാലി യാ റസൂലല്ലാഹ്. ഖബറിൽ കിടന്നുകൊണ്ട് ഖബറാളിയുടെ ദീനരോധനത്തോടെയുള്ള വിളിയാണ്, യാ റസൂലല്ലാഹ്, അഗ്നി കുണ്ടാരത്തിലാ കിടക്കുന്നത്, കൈപിടിക്കണേ നബിയേ എന്ന് ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഖബറാളി വിളിക്കുമ്പോൾ, ഫഇദാ റഹിംത ഫഅൻത ഉമ്മുൻ അം അബൂ ഹാദാനി ഫിദ്ദുനിയാ ഹുമർ റുഹമാഉ. അവിടുന്ന് കാരുണ്യത്തിന്റെ പടം വിരിച്ചാൽ ഉമ്മയും വാപ്പയുമാണ് നബിയേ. ഉമ്മയോ അമ്പാവയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ല നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാണ്. ആ സമയത്ത് സ്വഹാബിയെ വിളിച്ചിട്ട് പറയുന്നു, മദീനയിലുള്ള ആളുകൾ മുഴുവനും ഒന്ന് ഖബർസ്ഥാനിലേക്ക് വരാൻ പറയണം. അനൗൺസ്മെന്റ് നടത്തിയിട്ട് ആളുകൾ മുഴുവനും ഖബർസ്ഥാനിലേക്ക് വരുന്നു. അവരവരുടെ ബന്ധുക്കളുടെ ഖബറിന്റെ അടുക്കലേക്ക് പോകുന്നു. പക്ഷേ ഈ ഖബറിന്റെ അടുക്കൽ മാത്രമാരും വരുന്നില്ല. മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയില്ല. കാരണം അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. എനിക്കും നിങ്ങൾക്കും ആത്മബന്ധത്തെക്കാൾ വലിയ ബന്ധമാണ്. അപ്പൊ ഇങ്ങോട്ട് ഉത്തരവാദിത്തമുള്ള നേതാവാണ്. അനുയായികളിൽപ്പെട്ട ഒരാൾ ഖബറിൽ കിടന്ന് കരയുമ്പോ അതുപേക്ഷിച്ചിട്ട് പോകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അതാ കുറെ കഴിഞ്ഞപ്പോ ഒരു കിഴവി വരുന്നു. ഇരുന്നും നടന്നും കുഴങ്ങിയും പിച്ച വെച്ച് മെല്ലെ മെല്ലെ ഒരു വടിയിൽ താങ്ങിയിട്ട് കടന്നു വരുമ്പോ കാരുണ്യത്തിന്റെ കരസ്പർശങ്ങളോടെ അവിടുത്തെ നേത്രം നനഞ്ഞൊലിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിൽക്കുന്നു. ഈ മാതാവ് ഈ ഖബറിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചോദ്യമാണ്, അല്ലയോ ഉമ്മ, ഇതാരുടെ ഖബറാണ്? ഉടനെ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഖബറു ഫിൽദതി കബിദി, എന്റെ കരളിന്റെ കഷ്ണമായ പൊന്നുമോന്റെ ഖബറാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, അവൻ മരണപ്പെടുന്ന സമയത്ത് ഉമ്മയ്ക്ക് തൃപ്തിയുണ്ടായിരുന്നോ? ഇല്ല നബിയേ, അവൻ കുടിച്ച് മത്തനായി വന്ന് എന്നെ അടിച്ചിട്ടെനിക്ക് പരിക്കു പറ്റി. ആ സമയത്താണ് അവൻ മരിച്ചുപോയത്. അന്ന് ഞാൻ അവനോട് പറഞ്ഞു, എടാ നിനക്ക് പൊരുത്തമില്ലെന്ന്. എന്റെ പ്രീതിയില്ലാത്ത സമയത്താണ് അവൻ മരണപ്പെട്ടത്. ഒന്ന് പുറത്തു കൊടുക്കുമോ ഉമ്മ? ഇല്ല നബിയേ, അത് മാത്രം പറയരുത്.
ഇവിടെയാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ വരി ആഴം കാണുന്നത്. ഇദാ റഹിംത ഫഅൻത ഉമ്മൻ അം അബൂ, അവിടുന്ന് കാരുണ്യം ചെയ്താൽ ഉമ്മയും ഉപ്പയുമാണ് എന്ന് പറഞ്ഞു നിർത്തിയ വരിയല്ലല്ലോ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞത്. അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയിലും വാപ്പയിലുമില്ലാത്ത അത്ര കരുണ മാതാപിതാക്കൾ നൽകുന്നതിനേക്കാൾ വലിയ കരുണ, ഉമ്മയും ഉപ്പയും നൽകുന്നതിനേക്കാൾ വലിയ വാത്സല്യം. ആ വാത്സല്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നൽകിയിട്ട് പറയുന്നു, ഉമ്മ ഖബറിൽ നിന്നൊന്ന് കാതോർക്കണം ഉമ്മ. അപ്പോഴാണ് വിളിക്കുന്നു അൽ അമാൻ, അൽ അമാൻ, അൽ അമാൻ യാ റസൂലല്ലാഹ് മിൻ അദാബില്ലാഹ്. ഓ നബിയെ സഹായിക്കണം, ഓ നബിയെ അവിടുന്ന് ഏറ്റെടുക്കണം അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന്. അൻത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക الصഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖ മിൻ ജഹന്നമ ഫീ ഗദി. നാളെ നരകത്തിൽ നിന്ന് കാക്കുന്ന നബി, മാതാപിതാക്കൾ കൈയൊഴിയുന്ന സമയത്ത് കൈനീട്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ച് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മയോട് പറയുന്നു, ഉമ്മ ഒന്ന് പുറത്തു കൊടുക്കണം ഉമ്മ. ഉമ്മ പറയുന്നു ഇല്ല. വീണ്ടും ഔദാര്യം തേടിയ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഉമ്മ പുറത്തു കൊടുത്തപ്പോൾ ഖബറിൽ നിന്ന് പ്രതികരണം വരുന്നു, ജസാകല്ലാഹു യാ റസൂലല്ലാഹ്. അവിടത്തേക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകട്ടെ നബിയേ. ഈ സംഭവം അത്യുക്തിയുള്ള സംഭവമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി ആളുകളുടെ ഖബറിൽ നിന്ന് അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. കണ്ടിട്ട് ആ ഖബറുകളുടെ മേലെ ഈത്തപ്പനയുടെ മടല് കീറി വെച്ചിട്ടുണ്ട്. സമാനമായ സംഭവങ്ങൾ ഒരുപാടുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച സംഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്ത് വന്ന് ടെന്റടിക്കുന്ന സമയത്ത് സൂറത്തുൽ മുൽക്ക് ഓതിയ ഖബറാളികളുണ്ട്. ഇമാം അബ്ദുൽ ഗനി നാബുൽസി തങ്ങളുടെ അഹ്വാലുൽ ഖുബൂറിൽ ഒരു ഖബർ കുഴിക്കുമ്പോ അടുത്ത ഖബറിന്റെ ഒരു കല്ലങ്ങ് വീണുപോയി. അപ്പൊ ഖബറിന്റെ ഉള്ളിൽ ഒരാൾ മുസ്ഹഫ് വെച്ച് ഖുർആൻ ഓതുന്നു. ആ ഖബറാളി ഖബർ കുഴിക്കുന്ന ആളോട് ചോദിക്കുന്നു, അഖാമത്തുൽ ഖിയാമ, ഖിയാമത്ത് നാളായോ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ കല്ലങ്ങെടുത്ത് വെച്ചേക്കാൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് സൂറത്തുൽ മുൽക്ക് ഓതുന്ന ഖബറാളിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹിയൽ മുൻജിയത്തു വഹിയൽ മാനിഅ, നരകശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുന്ന സൂറത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ പ്രമാണങ്ങൾക്ക് നിരക്കുന്ന സംഭവം തന്നെയാണ്, അത്യുക്തി നൽകുന്ന സംഭവമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് അഭിനന്ദനം അറിയിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് പ്രണയിച്ചാൽ എല്ലാം തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറ്റും.
അഥവാ അല്ലാഹു തആല നൽകുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതരണം ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് അല്ലാഹു തആല കൽപ്പിക്കുന്നത് ഞാൻ നൽകുന്നു. അല്ലാഹു ഹൈസു ഉമിർതു, ഞാൻ അല്ലാഹു തആല കൽപ്പിച്ചതിരിക്ക്, അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹു തആല കൽപ്പിച്ച നിലക്ക് ഞാൻ ഓരോന്നും വെക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദാനത്തിന്റെയും കവാടം നബി തങ്ങളാണ്. അഹ്ലുൽ ബൈത്തിനെ കയ്യിൽ പിടിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത് ഇബ്നു അസാക്കിർ ഉദ്ധരിച്ചിട്ടുണ്ട്. അഥവാ നമ്മുടെ തലയിൽ മുടി മുളയ്ക്കാൻ കാരണം ഈ കുട്ടിയുടെ വലിയുപ്പയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അഥവാ നമ്മളെ പടയ്ക്കാൻ കാരണക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന പ്രയോഗം സ്വഹാബത്തിൽ നിരവധി ആളുകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണം, അവിടുത്തെയുടെ സാന്നിധ്യം മരണസമയത്ത് ലഭിക്കണം. നൂറുകണക്കിന് ഇമാമീങ്ങൾ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിദ്യാർത്ഥിയായ ഞാൻ പ്രസംഗിച്ച 100 മണിക്കൂർ സീഡ് നിങ്ങൾക്ക് ലഭിക്കും. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹമുണ്ട്, അവിടുത്തെ സൗന്ദര്യമുണ്ട്, അവിടുത്തെ അനുരാഗം പറയുന്നുണ്ട്. അത് നിങ്ങൾ കേൾക്കുമ്പോഴല്ലേ പ്രതിഫലം പറഞ്ഞവർക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ നമ്മുടെ സിറാജുൽ ഹുദയ്ക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉള്ളാള് തങ്ങളാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ എ.പി. ഉസ്താദ് അവറുകളാണ്. ഇസ്സത്തോടെ അല്ലാഹു തആല ദീർഘായുസ് നൽകട്ടെ. ഞാൻ പ്രസംഗിക്കുന്ന പീഠത്തിൽ ഇട്ടിട്ടുള്ളത് സമസ്തയുടെ പതാകയാണ്. ഈ പതാക കിട്ടിയത് ഇമാം അഹ്മദ് റിളാ ഖാൻ ബറേൽവി തങ്ങളുടെ മക്ബറയിൽ നിന്നാണ്. അഹ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു അൻഹു പതാക കൊണ്ടുവന്നത്. ഈ പതാകയിൽ പച്ച കുബ്ബ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുബ്ബയുടെ ചിത്രം വരച്ചിട്ടുണ്ട്. ഈ പതാക തെരഞ്ഞെടുത്തത് ബറേലിയിൽ നിന്നാണ്. ഇത് കൊണ്ടുവന്നത് അഹ്മദ് കോയ ശാലിയാത്തി തങ്ങളാണ്. ഞാൻ പറയുന്നത് ആ നിലക്ക് ബന്ധമുള്ള നമ്മുടെ ഈ പ്രസ്ഥാനങ്ങളുടെ മുഴുവനും നേതാവായ ബഹുമാനപ്പെട്ട ഇമാം താജ്ദാറെ അഹ്ലുസുന്ന അഹ്മദ് റിളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ചു. പ്രേമിച്ച് ആയിരക്കണക്കിന് വരികൾ എഴുതിയിട്ട് സ്വപ്നത്തിലും കനവിലും നിലവിലും കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് പറഞ്ഞ മഹാനാണ്. മഹാനവറുകളുടെ വഫാത്ത് സഫർ മാസത്തിലാണ്. അവിടുത്തെ ഉർസെ റസ്വി നടക്കുന്നത് സഫറുൽ മുസഫറിലാണ്. പ്രിയപ്പെട്ടവരെ, മഹാനവറുകളുടെ വഫാത്തിന്റെ രംഗങ്ങൾ ഇമാമുകൾ കിതാബുകളിൽ എഴുതിയിട്ടുണ്ട്. പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാര് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രം ഇന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ജീവിതം മുഴുവനും പറഞ്ഞ് അവിടുത്തെയുടെ ആദരണീയമായ മുഖം കണ്ടുകൊണ്ട് മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. സഫർ മാസം ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ വഫാത്താകുന്ന സമയം ഫലസ്തീനിലുള്ള വലിയ ഒരു പണ്ഡിതൻ കിടന്നുറങ്ങുന്നു രാത്രി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്നു. നല്ല സന്തോഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തും കൂടെയുണ്ട്. ഈ ഫലസ്തീനിയായ പണ്ഡിതൻ ചോദിക്കുന്നു, എന്തിനാണ് നബിയെ, ആരെ കാത്തു നിൽക്കുകയാണ് ഇവിടെ? ഉടനെ പറഞ്ഞു, അഹ്മദ് റിളാ എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയിലെ ബറേലിയിൽ നിന്ന് വരാൻ സമയമായി, അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ്.
മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഒരുങ്ങി കാത്തു നിൽക്കുന്നു ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങളെ സ്വീകരിക്കാൻ. കാരണം തു സിന്ദാ ഹൈ വല്ലാഹ്, തു സിന്ദാ ഹൈ വല്ലാഹ്, മേരെ ചശ്മെ ആലം സെ ചുപ് ജാനെ വാലേ. മദീനയിലെ ഖബർ ശരീഫിന്റെ ഉള്ളിൽ തങ്ങൾ താമസിക്കുകയാണെന്ന് മദീനയിൽ പോയി ആവശ്യം പോലെ തവണ പറയുകയും അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, മേ മുജ്രിം ഹൂ ആഖാ മുझे साथ ले लो करते में है जा बजा थाने वाले. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഞാൻ അക്രമിയാണ്, ഞാൻ തെറ്റ് ചെയ്ത ആളാണ്, എന്റെ കയ്യിൽ പിടിക്കണമെന്ന് ഇറുത്ത കബത്തുവിന്റെ അർത്ഥമുള്ള വരി പറഞ്ഞ് പാടിയ മഹാൻ, മദീനയിൽ ചെന്നും അല്ലാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറഞ്ഞ മഹാൻ, ഏത് ബിദ്അത്തിന്റെ ആളുകളോട് ശക്തിയായ ഖണ്ഡനം രേഖപ്പെടുത്തി ഒരു ചോദ്യത്തിനൊരു ഗ്രന്ഥമെന്ന നിലക്ക് മറുപടി എഴുതിയ മഹാൻ എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയം കൊണ്ട് രണ്ട് കൈയിലും ഒരേ സമയത്ത് പേനയെടുത്തിട്ട് അദ്ദൗലത്തുൽ മക്കിയ്യ ബിൽ മാദ്ദത്തിൽ ഗൈബിയ്യ എന്ന ഗ്രന്ഥം എഴുതിയ മഹാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവത്തെക്കുറിച്ച് മാത്രം ഗ്രന്ഥങ്ങളും കവിതകളും എഴുതിയ മഹാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുരാഗം കൊണ്ട് ലോകത്തിന്റെ ഉത്തരീയത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച മഹാനായ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങളെ കുറിച്ച് പറയുന്നു, അതാ വഫാത്തായി ഞങ്ങളിലേക്ക് വരാനിരിക്കുന്നു. ഫലസ്തീൻകാരനായ പണ്ഡിതൻ പിറ്റേന്ന് രാവിലെ തന്നെ ഫലസ്തീനിൽ നിന്ന് ബന്ധപ്പെട്ട് ദിവസങ്ങൾ വൈകാതെ ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ നിന്ന് ബറേലി അന്വേഷിച്ചു വന്നു. ബറേലിയിൽ വന്നിട്ട് ചോദിച്ചു, അഹ്മദ് റിളാ എന്നൊരു പണ്ഡിതൻ ഇവിടെയുണ്ടോ? അവര് പറഞ്ഞു, അതേ, ആയില ഹസ്രത്ത് എന്നാണ് അറിയപ്പെടുന്നത്, അദ്ദേഹം വഫാത്തായി പോയി, ഖബർ എവിടെയാണ്? നേരെ ഖബറിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. ആ ഖബർ സിയാറത്ത് കഴിഞ്ഞ് ബന്ധുക്കളെ കണ്ടിട്ട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട അഹ്മദ് റിളാ തങ്ങൾ എപ്പോഴാണ് വഫാത്തായത്? അവര് പറഞ്ഞ സമയം ബഹുമാനപ്പെട്ടവര് സ്വപ്നം കണ്ട സമയവും ഒരേ സമയമാണ് എന്ന് ശറഹ് മൻദൂബത്ത് ഇസ്ലാമിൽ എഴുതി വച്ചിരിക്കുന്നു. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുരാഗം കൊണ്ട് അന്ത്യസമയം ദർശനം കിട്ടിയ മഹാന്മാർ ഒരുപാട് തവണ ലൗവാബ അന്നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലമാ അദത്തു നഫ്സി മിനൽ മുസ്ലിമീൻ. ഒരു നിമിഷം എന്റെ കണ്ണിൽ നിന്ന് മാറിപ്പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ദർശനം, ആത്മീയമായ ദർശനം നഷ്ടപ്പെട്ടു പോയാൽ ഞാനെങ്ങനെ മുസ്ലിമാണെന്ന് പറയുമെന്ന് ആശ്ചര്യപ്പെട്ട മഹാന്മാർ. അതുപോലെ എല്ലാ ആളുകളും രക്ഷപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. എല്ലാവരുടെയും പദവി നബി തങ്ങളുടെ പദവിയുടെ അംശങ്ങളാണ്. ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ അലം നശ്റഹ് ലക സദ്റക എന്ന അധ്യായത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ ദാനങ്ങളുടെ ദാനങ്ങളെല്ലാം അവിടുത്തെയുടെ പിന്നാമ്പുറത്ത് നിന്ന്, ഉന്നതിയുടെ ദാനങ്ങളെല്ലാം അവിടുത്തെയുടെ വരിഷ്ഠതയിൽ നിന്ന്, അങ്ങനെ ലോകത്തിന് മുഴുവനും മഹത്വങ്ങൾ അഖിലം സമ്മാനമായി നൽകിയ, പ്രപഞ്ചത്തിന്റെ മുഴുവനും ദാനമായ നബിയെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളെ കാണാൻ കൊതിച്ചു നടന്നിട്ട് വഴിനീളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നടന്ന വഴിയിലൂടെ നടന്ന് അനുഗ്രഹമെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണ്ടയോ? അതിനുവേണ്ടി ഒരല്പം സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് നമ്മൾ പിരിയുന്നു. മുഅ്മിനീങ്ങളെല്ലാം ഒരു 2 മിനിറ്റ് നിന്നാൽ ഇൻഷാ അല്ലാഹ്
വിജ്ഞാനം പറയാനുള്ള സദസ്സല്ല, അതിന് ഞാൻ വിവരമുള്ള ആളല്ല. വലിയ പണ്ഡിതോചിതമായ ചർച്ചയ്ക്കല്ല എന്നെ ക്ഷണിച്ചിട്ടുള്ളതും. അതിന് മഹാന്മാരായ പണ്ഡിതന്മാരുടെ വിളനിലമാണിത്. ഇവിടെ നമ്മുടെ സമ്മേളനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്റെ സാന്നിധ്യം അറിയിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ സമ്മേളനങ്ങളെല്ലാം കണ്ട് സന്തോഷം രേഖപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു തആല നമ്മളെ ഉയർത്തിത്തരട്ടെ. അറിയുമോ മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെച്ചാൽ അവിടുന്ന് നമ്മളെ കൈയൊഴിയുകയില്ല. ആവശ്യമുള്ളവരുന്നയിച്ചത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു മുഅ്മിനിന്റെ സമീപനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അവിടുന്ന് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം ഒരാറാബിയതാ യാ കരീമു യാ കരീമു യാ കരീം എന്ന് ചൊല്ലിക്കൊണ്ട് മാത്രം നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ പിന്നാലെ കൂടി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും യാ കരീമോന്ന് ചൊല്ലാൻ തുടങ്ങി. അറാബിക്ക് തോന്നി ഇത് കളിയാക്കുകയാണ്. ഉടനെ അവിടുന്ന് പറഞ്ഞു, തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മുഖത്ത് പ്രകാശം ഞാൻ കാണുന്നു. നിങ്ങളുടെ മുഖത്തിന്റെ പ്രഭാവവും സബാഹത്ത് വജ്ഹിക വറശഅഖത്തു ഖദ്ദിക, ഈ പ്രഭാവങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ ലശഖൗതുക ലിഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്നറിയാത്ത ഈ മനുഷ്യൻ തിരുനബി തങ്ങളോട് തന്നെ പറയുകയാണ്, നിങ്ങളുടെ മുഖത്തുള്ള പ്രഭാവവും നല്ല ലക്ഷണവും കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ നേതാവ് ഹബീബായ നബിയോട് പരാതി പറയുമായിരുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം, അമാ തഅരിഫു നബിയക യാ ഖല്ല അറബ്, അല്ലയോ അറബി സഹോദര, നിങ്ങൾക്ക് നബിയെ അറിയുമോ? അപ്പോൾ ആ ലക്ഷണങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് നേരിട്ട് കണ്ടില്ലെന്ന് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് പരിചയപ്പെടുത്തി. ചുരുക്കി പറയുന്നു, അവസാനം ഇദ്ദേഹം ചോദിക്കുകയാണ്, നബിയെ നമുക്ക് ഹിസാബുണ്ടോ? ഇൻഷാ അല്ലാഹ് ഹിസാബുണ്ട്. ഉടനെ അവിടുന്ന് അറാബി പറയുകയാണ്, ഇൻ ഹാസബനി റബ്ബി ലഉഹാസിബന്നഹു, എന്നെ അല്ലാഹ് ഹിസാബ് ചെയ്താൽ അല്ലാഹനെ ഞാൻ ഹിസാബ് ചെയ്യും. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം, എങ്ങനെയാണ് നിങ്ങൾ അല്ലാഹുവിനെ ഹിസാബ് ചെയ്യുക? ഇൻ ഹാസബനി റബ്ബി അലാ ദംബി ഹാസബതുഹു അലാ മഗ്ഫിറതിഹി, എന്റെ പാപത്തിന്റെ മേൽ എന്നെ ഹിസാബ് ചെയ്താൽ അവന്റെ മഗ്ഫിറത്തിന്റെ മേൽ ഞാൻ ഹിസാബ് നടത്തും. എന്നിട്ട് പറയുന്നു, ഇൻ ഹാസബനി റബ്ബി അലാ മഅസിയതി ഹാസബതുഹു അലാ അഫ്വിഹി, എന്റെ പാപത്തിന്റെ മേൽ എന്നെ ഹിസാബ് ചെയ്താൽ അവന്റെ വിട്ടുവീഴ്ചയുടെ മേൽ ഞാൻ ഹിസാബ് ചെയ്യും. ഇൻ ഹാസബനി റബ്ബി അലാ അബ്ഖുലി, എന്റെ പിശുക്കിന്റെ മേൽ എന്നോട് ഹിസാബ് ചെയ്താൽ ഹാസബതുഹു അലാ കറമിഹി, അവന്റെ മാന്യതയുടെയും ഔദാര്യത്തിന്റെയും കറമിന്റെയും മേൽ ഞാൻ ഹിസാബ് നടത്തും. ഫബകൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളപ്പോഴങ്ങ് കരഞ്ഞു. ഉടനെ ഫഖദ് ഹബത ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയുന്നു, ഖല്ലിൽ മിൻ ബുകാഇക യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ അവിടുന്ന് ഇനി കരയരുത്. കാരണം അർശിനെ ചുമക്കുന്ന മലക്കുകൾ അവിടുത്തെയുടെ കരച്ചിലിന്റെ ശ്രദ്ധയിലാണ്. അവര് പോലും അവിടുത്തെയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, അല്ലെങ്കിൽ കരച്ചിൽ പങ്കാളികളാകുന്നു. എന്നിട്ട് പറഞ്ഞു, വഖുല്ലി അഖീകൽ അറാബി, അറാബിയായ തങ്ങളുടെ സഹോദരനോട് പറയണം, ലാ യുഹാസിബുനാ വലാ നുഹാസിബുഹു,
അങ്ങോട്ടും ഇങ്ങോട്ടും ഹിസാബ് വേണ്ട. ഫഇന്നഹു റഫീഖുക ഫിൽ ജന്ന. അവിടുന്ന് നബിയെ തങ്ങളുടെ റഫീഖാണ് അദ്ദേഹം സ്വർഗത്തിൽ. കാരണം അദ്ദേഹം പറഞ്ഞല്ലോ, എന്റെ ഹബീബിനെ കണ്ടെങ്കിൽ ഞാൻ പരാതി പറയുമെന്ന്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചയാൾക്ക്, ആ നിലക്ക് അല്ലാഹുവിൽ നല്ല പ്രതീക്ഷ വെച്ചയാൾക്ക് അല്ലാഹു തആല ഹിസാബ് ഒഴിവാക്കിയിരിക്കുന്നു. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഖൽബ് റസൂലുള്ളാഹിനോട് ചേരണം. ഒരുപാട് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം. ഈ നിൽക്കുന്നത് എനിക്ക് നിങ്ങളെ കാണാനല്ല, നമുക്ക് റബ്ബിനോട് പറയാനാണ്. അവന്റെ ഹബീബായ നബിയെ കാണാൻ സുയൂത്തി മാമരങ്ങൾ 70-ലേറെ തവണ കണ്ടു എഴുതി വെച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ബഹുമാനപ്പെട്ട ഇമാമുൽ അശ്അരി തങ്ങൾ റമദാനിന്റെ 3 10-ലും കണ്ടു. ഇബ്നു അസാകിർ തങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഇമാം അബൂ ഹാമിദുൽ ഗസ്സാലി തങ്ങൾ കണ്ടതുപോലെ കാണാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കണ്ടിട്ട് ഭക്ഷണം വാങ്ങി പാനീയം കുടിച്ചതുപോലെ സ്വീകരിക്കാൻ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വായിലേക്ക് കാരക്ക വാങ്ങിയത് ബഹുമാനപ്പെട്ട ഇമാം ബസ്സാർ ഉദ്ധരിക്കുന്നു, അതുപോലെ കിട്ടാൻ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ ദർശനം കിട്ടാൻ, അതുപോലെ ഒരുപാട് ഇമാമീങ്ങൾ അവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ഞാനും നിങ്ങളും നമ്മുടെ ഭാര്യമാരെ സ്വപ്നത്തിൽ കണ്ടു. അല്ലയോ, ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, ഭർത്താക്കന്മാരെ കണ്ടു. പല ആളുകളെയും നമ്മുടെ ജീവിതത്തിൽ കണ്ടില്ലയോ? ഇമാം ബുഖാരി തങ്ങൾ കിതാബുൽ ഈമാനിൽ അബൂ ഹുറൈറ തങ്ങളെ തൊട്ടുദ്ധരിച്ചതുപോലെ വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ തന്നെ സത്യം, എന്നെ എല്ലാവരെക്കാളും സ്നേഹിക്കുന്നത് വരെ നിങ്ങളാരും സമ്പൂർണ്ണ വിശ്വാസികളല്ല എന്ന് രേഖപ്പെടുത്തപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തവണയെങ്കിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മഹബ്ബത്ത് എവിടെ? അതുകൊണ്ട് അനുഗ്രഹങ്ങൾ ഒരുപാട് പെയ്തിറങ്ങിയ ഈ സ്ഥാപനത്തിന്റെ മണിമുറ്റത്ത് സാദാത്യങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് മഹാന്മാരായ തങ്ങന്മാരുടെ അനുഗ്രഹമുള്ള ഈ സ്ഥാപനത്തിന്റെ മുറ്റത്ത് വെച്ച് ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്തിട്ട് അല്ലാഹുമ്മ അർഫനാ വജ്ഹഹു, ഞങ്ങളുടെ ഇമാമീങ്ങൾ മുഴുവൻ റസൂലുള്ളാഹിനെ കണ്ടു എന്ന് പറയുമ്പോ ഞങ്ങൾക്കൊരുപാട് തവണ കാണാനുള്ള സമ്മാനം ഈ സ്ഥാപനത്തിന്റെ മുറ്റത്ത് വെച്ച് ഞങ്ങൾക്ക് തരണേ അല്ലാ. അവിടുത്തെയുടെ ദാനമലാക്കി തരണേ അല്ലാ. തങ്ങള് കണ്ടു. മഹാന്മാരായ സിഹാഹു സിത്തയുടെ ഉസ്താദാണ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ. മുസ്ലിമിന്റെ ഇഖ്തിലാഫ് പറയുമ്പോ എടുത്തു പറഞ്ഞ പേരായ റബീഇ ബിൻ ഖിറാശ് റളിയല്ലാഹു അൻഹുവിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നു, എന്നെ വെച്ചേക്കല്ലേ എന്ന് പറഞ്ഞ് വേഗം ഖബറിലേക്ക് പോയ മഹാന്മാരെ പോലെ ഞങ്ങളുടെ കൽബിൽ ഹബീബിനോടുള്ള ഇശ്ഖ് തരണേ അല്ലാഹ്, ഇശ്ഖ് തരണേ അല്ലാഹ്. ഉഹദിന്റെ രണാങ്കണത്തിൽ ഒരു സഹാബി കിടന്ന് എഴയുന്നു. യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോഴാണ് സഹാബി എഴയുന്നത്. വിളിക്കുന്നു, റഅസി അലാ ഖദമൈക യാ റസൂലല്ലാഹ്,
തങ്ങളെ എന്റെ തല തങ്ങളുടെ കാലിന്റെ മേലെ വെക്കണം. അറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തു ചെന്ന് കാലുയർത്തി കൊടുത്തപ്പോ ഇഴഞ്ഞു കിടക്കുന്ന സ്വഹാബി കാല് തല വലിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിന്റെ മേലെ വെച്ച് ഷഹീദാണ്. ഞങ്ങൾക്ക് അതുപോലെയുള്ള മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ഫഇന്ന ലീ ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിമനി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ ബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ റബ്ബി വജ്അൽ റജാഇ ഗൈറ മുൻഅകിസി ലദൈക വജ്അൽ ഹിസാബി ഗൈറ മുൻഹരിമി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم.